ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം വികസനങ്ങളുടെ പെരുമഴക്കാലം തീർത്തതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് ഭരണസമിതി കാലാവധി പൂർത്തിയാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സിഡിനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സമസ്ത മേഖലകളിലും ഗ്രാമപഞ്ചായത്തിനെ ഒന്നാമതെത്തിക്കുവാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം വികസനങ്ങളുടെ പെരുമഴക്കാലം തീർത്ത ആത്മവിശ്വാസത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാലാവധി പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സിഡിനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദേവികുളങ്ങര പഞ്ചായത്ത് ഭരണം LDFിന്റെ ഭരണം 5 വർഷം പൂർത്തീകരിക്കുകയാണ്. 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ വലിയ സംതൃപ്തിയോടാണ് പ്രസിഡന്റ് എന്ന തലത്തിൽ പദവി ഒഴിയുന്നത്. 5 വർഷക്കാലമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങളുടെ ഭരണസമിതി കഴിഞ്ഞു. ആദ്യം ഞങ്ങൾ ചെയ്തത് കാർഷിക മേഖല ഇടപെടലാണ്. CPCRയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കൃഷികൾ നമുക്ക് നമ്മുടെ സ്ഥലത്ത് ചെയ്തു. കപ്പലണ്ടി കൃഷി ചെയ്തു, എള്ള് കൃഷി ചെയ്തു, പച്ചക്കറി കൃഷി ചെയ്തു, നെല്ല് കൃഷി ചെയ്തു. ഞങ്ങൾ ചെറുധാന്യ വർഷമായിട്ടുള്ള 2023 നമ്മൾ മില്ലറ്റ് കൃഷി ചെയ്തു. ആരും കണ്ടിട്ടില്ല ഇവിടെ. ആ മില്ലറ്റ് കൃഷി ചെയ്തിട്ട് അതിന് വമ്പിച്ച വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പിന് ശേഷം കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്കൊരു മില്ലറ്റ് കഫേ അനുവദിച്ചു. ഇപ്പോൾ അത് കൂട്ടുമാനക്കടവിൽ മനോഹരമായി വലിയ ബിസിനസ് സ്ഥാപനമായി ആ കഫേ വളർന്നിട്ടുണ്ട്. അതേപോലെ CPCRയെ ബന്ധപ്പെട്ടുകൊണ്ട് തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിച്ചിട്ട് നാളികേര കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ബന്ദിപ്പൂ കൃഷി ആദ്യമായി കഴിഞ്ഞ 4 വർഷക്കാലവും ഓണക്കാലത്ത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ കുറ്റിക്കുരുമുളക് കൃഷി വ്യാപിപ്പിക്കുന്നതിന് ഇടപെട്ടു. തെങ്ങിന് ജൈവവളം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറായി. അങ്ങനെ വ്യാപകമായി കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി. ഊരുവെള്ളം തടയുന്നതിന് വേണ്ടി ഷട്ടറുകൾ സ്ഥാപിച്ചു. നിരവധി ഷട്ടറുകൾ ഞങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഷട്ടറുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഒരു വെള്ളം കയറാതിരിക്കാൻ വേണ്ടി വലിയ ശ്രമമാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് തന്നെ 1-ാം വാർഡിൽ ഒരു 35 ലക്ഷം രൂപ മുടക്കി ഒരു പദ്ധതി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെയും പ്രവർത്തനം നടക്കുക. സമസ്ത മേഖലകളിലും ഗ്രാമപഞ്ചായത്തിനെ ഒന്നാമതെത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കപ്പലണ്ടി, പച്ചക്കറികൾ, ഇടവിള കൃഷികൾ, ചീരഗ്രാമം, ഓണക്കാലങ്ങളിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുമായി ചേർന്ന് നടപ്പാക്കിയ ബന്ദിപ്പൂ കൃഷി, CPCRയുമായി ചേർന്ന് നടത്തിയ തെങ്ങ് വ്യാപന പദ്ധതികൾ, പരിപാലന കൃഷി, ചെറുധാന്യങ്ങളുടെ കൃഷി എന്നിവയെല്ലാം കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ പര്യാപ്തമായി. ഗ്രാമപഞ്ചായത്തിൽ ചെറുധാന്യങ്ങളുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായി ആരംഭിച്ച മില്ലറ്റ് കാഫേ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. ലൈഫ് ഭവന പദ്ധതിയിൽ 260 ഭവനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 30ഓളം അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്താക്കി ദേവികുളങ്ങരയെ മാറ്റി. മാലിന്യമുക്ത പഞ്ചായത്താക്കിയും പ്രഖ്യാപിച്ചു. 30 ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് തൊഴിൽ നൽകി. ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തി. കുഴൽക്കിണറുകൾ, ജലസംഭരണികൾ എന്നിവ ഇതിനായി സ്ഥാപിച്ചു. അംഗൻവാടികൾക്ക് പുത്തൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകി. സ്വന്തമായി പുരയിടം കണ്ടെത്തി 9ഓളം ഹൈടെക് അംഗൻവാടികൾ സ്ഥാപിക്കുകയും ചെയ്തു. സർക്കാർ സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം നിർമ്മിച്ചു. ഹൈടെക് ക്ലാസ് മുറികൾ, ലൈബ്രറി എന്നിവ ഈ ഭരണകാലത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ടൂറിസം മേഖലയിൽ നിരവധി പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. തണ്ണീർവനം, വാരണപ്പള്ളി, ചേബന്നൂർ കളരി, കൂട്ടുംവാതുക്കൽ കടവ് പാലം, മുട്ടേൽ പാലം എന്നിവയുമായി ചേർന്ന് ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. ആരോഗ്യമേഖലയിൽ ശ്രദ്ധേയമായ നിരവധി പദ്ധതികളാണ് കൊണ്ടുവന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമീണ റോഡുകൾ നവീകരിച്ചു. BM ആൻഡ് BC നിലവാരത്തിൽ പ്രധാന റോഡുകൾ നിർമ്മിച്ചു. MLA ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചു. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ പദ്ധതികൾ കൊണ്ടുവന്നു. ഇത്തരത്തിൽ ദേവികുളങ്ങരയെ എല്ലാ തരത്തിലും മുന്നിലെത്തിക്കുന്നതിൽ വിവിധ കർമ്മ പദ്ധതികളാണ് നടപ്പാക്കാൻ കഴിഞ്ഞതെന്നും ഇതിനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, മാധ്യമങ്ങൾ എല്ലാവരും മികച്ച പിന്തുണയാണ് നൽകിയതെന്നും പവനനാഥൻ പറഞ്ഞു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം.